ചോറ് റെഡിയായിട്ടുണ്ട്, കഞ്ഞിവെള്ളമുണ്ട്. ഇത് നമുക്കിനി കൂട്ടാനൊക്കെ ചേർത്ത് കഴിച്ച് നോക്കാം. ഇന്നത്തെ ആഹാരം സ്ഥിരമുള്ളത് തന്നെയാണ്. ഉണക്കലരി, ചോറ്, ഒരു പുളിശ്ശേരി, കഞ്ഞിവെള്ളം, ഒരു ചീനിയമരയ്ക്ക ഉരുക്കുരുട്ടി, ചക്കപ്പുഴുക്ക്, ഇതെല്ലാമേ ഉള്ളൂ. നമ്മൾ ഈ ചോറിലേക്ക് ഇത്തിരി നമ്മൾ പച്ചാഹാരം എന്നുള്ള നിലയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നു, തേങ്ങാത്തിരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം പുളിശ്ശേരി ഒഴിച്ച് കൊടുക്കുന്നു, ചക്ക ചേർക്കുന്നു. പഴുത്ത മാങ്ങ ഉപ്പിട്ടതാണ്. അടിപൊളി. പഴുത്ത മാങ്ങ ഉപ്പിട്ടത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് കൊള്ളേ. ഉണക്കലരി, തവിടുള്ള അരി വെച്ച് ആഹാരം ഉണ്ടാക്കി കഴിക്കുക. ചൂട് നല്ല ചക്കയുണ്ട്, നല്ല ചക്കപ്പുഴുക്കും ചേർത്ത് ഇത് കണക്കുള്ള ആഹാരങ്ങളുണ്ടാക്കി കഴിക്കുക. നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ആഹാരങ്ങളാണ് നല്ലത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഇന്ന് നമുക്ക് ഈ കൂവക്കിഴങ്ങൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ കൂവപ്പൊടി ഉണ്ടാക്കി നോക്കാം. കൂവക്കിഴങ്ങ് കിട്ടി കുറച്ച് കൂവപ്പൊടി ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ചു. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. കൂവപ്പൊടി നമ്മുടെ കൂവക്കിഴങ്ങുകളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് നോക്കാം. നമ്മുടെ കൂവക്കിഴങ്ങെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെള്ളം കൂട്ടി ഒഴിച്ച് അടിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം നമുക്ക് അരിച്ചെടുക്കണം. കൂവപ്പൊടി ഉണ്ടാക്കുന്നതിന് ആ വെള്ളത്തിൽ നിന്നാണ് കൂവപ്പൊടി വേർതിരിച്ചെടുക്കുന്നത്. കൂവക്കിഴങ്ങ് മിക്സിയിൽ അടിച്ച് ഈ പരുവത്തിന് വെള്ളം ഒഴിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി അരിച്ച് ഈ വെള്ളം ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് എടുത്ത് ആ പിഴിഞ്ഞ വെള്ളം നമ്മൾ ഉറച്ച് വെള്ളം മാറ്റിയെടുക്കണം. നമ്മുടെ ഇത് അരിച്ച് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അരിപ്പയിലോട്ടേക്ക് പിഴിഞ്ഞൊഴിച്ച് എടുക്കണം. ഈ ചണ്ടി ഉണ്ടാകും,
താഴെ അതിൻ്റെ വെള്ളം ശേഖരിക്കുന്ന ഒരു പൊടിയുണ്ട്, അത് മട്ടിയാണ്, അടിഞ്ഞു വരും. ഇതേ രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഇത് ജോലിയുള്ള പണിയാണ്. ഇതേപോലെ ബാക്കി ഇനി ഇത്രയുള്ള ഇതും കൂടെ പിഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമുക്ക് പിഴിഞ്ഞ് കംപ്ലീറ്റ് ഇതിൻ്റെ പൊടി നമുക്ക് പിഴിഞ്ഞ് ഉണക്കിയെടുക്കണം. ചണ്ടി ഒന്നും കൂടെ റെഡിയാക്കേണ്ടതുണ്ട്, ഇതിലും പൊടി ഉണ്ടാവും. കാണിക്കാം. അങ്ങനെ നമ്മുടെ പൊടി അരിച്ചെടുത്ത് വെള്ളം തെളിച്ച് വരുമ്പോൾ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി. ഇത്രയും പൂവപ്പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് ഉണക്കിയെടുക്കേണ്ടതാണ്. നല്ല പൊടിയായിട്ടിരിക്കും. ഇത് പൂവപ്പൊടിയാണ്. വയറിനൊക്കെ നല്ലതാണ്. പണ്ട് കാലത്ത് ഇത് കുട്ടികൾക്കും എല്ലാ വയറിന് അസുഖമുള്ളവർക്കും ഇത് കാച്ചി കൊടുത്തിരുന്നു. പലതരം ഔഷധമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഈ പൂവപ്പൊടി. ഇപ്പോൾ എല്ലാവരും ആശുപത്രിയിലേക്ക് ഓടുകയാണ് പതിവ്. പൂവപ്പൊടി ഏതാണ്ടായിട്ടുള്ളൂ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടെ ഉണങ്ങാനുണ്ട്. നാളത്തെ വെയിലും കൂടെ കൊണ്ടാലേ ശരിക്കും ഉണക്കി കിട്ടുള്ളൂ. നോക്കാം, വൈകിട്ട് വരെ ഇരിക്കും. ചെറിയ നനവുണ്ട്. ഇതുകൊണ്ടൊരു കുറുക്കും കൂടെ ഉണ്ടാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അത് അടുത്ത ദിവസം കാണിക്കാം. ഓക്കെ, താങ്ക് യു.